നമസ്കാരം. അമ്മ, എത്ര മനോഹരമാണ് പദം. ലോകം മുഴുവൻ വിശ്വപ്രസിദ്ധമായ മഹാഭാരതങ്ങളെ ദുരിതമുള്ളവനെ വെന്തുതീരുടെ അമ്മയും ഗാന്ധര. അതെ, ഗാന്ധര സമുദ്രയുടെയും മാനവയുടെ നടുവിലാണ് അവൾ ജനിച്ചത്. സിന്ധു നദിയുടെ തീരത്ത് കാതാരമുള്ളൊരു ദേശത്ത് സുഭഗരാജാവിനോ മനപുത്രി സുന്ദരി സൗമിനി ഗാന്ധാരി. ചെറുപ്പത്തിലെ അവർ വരം വെച്ചു. വിവാഹപാഠ്യപ്പോൾ ഈ പരിസ്ഥിതിയായ ഭീഷ്മ കുരുവംശത്തിലെ പ്രബലനായ ധൃതരാഷ്ട്രർക്ക് അവൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ ശുക്രനോട് ആവശ്യപ്പെട്ടു. പക്ഷേ വളരെ കുടുംബം ചെന്നതായി അന്ധനായി. അതിശക്തനെങ്കിലും അജയനാണെങ്കിലും അന്ധനായി ജനിച്ചു പോയി ധൃതരാഷ്ട്രൻ. അന്ധനെങ്കിലും കുടുംബം മാനിച്ച് ശുക്രൻ വിവാഹത്തിന് സമ്മതിച്ചു. ഗുണമായിരുന്നു അവൾ. ആരും പൊളിച്ചു വന്ന രാജകുമാരി. പക്ഷെ അവിടുത്തെ ലഭിച്ചതോ അന്ധനായ ധൃതരാഷ്ട്രൻ. വിവാഹ പന്തലിൽ വെച്ച് തന്നെ ആ ഗാന്ധരെ ഇരുവരും മൂടിക്കെട്ടി. വസ്ത്രാശ്ചലത്തിനാൽ നിത്യമായി ബന്ധിച്ചു ബന്ധുക്കളെ സ്വയം മരിച്ചു. വർഷം കഴിഞ്ഞുപോയി. ഗാന്ധരി 3 മക്കൾക്ക് അമ്മയെ തീർന്നു. അങ്ങനെ മുക്കൾ നിഗ്രഹിച്ച് വരപ്രസാദം ലഭിച്ചു. അങ്ങനെ കമ്മരകാരി പുണ്യപുരാണ പ്രസിദ്ധയായി. അങ്ങനെ കമ്മരകാരി പുണ്യപുരാണ പ്രസിദ്ധയായി. വർഷങ്ങൾ കഴിഞ്ഞുപോയി. കൗരവരും പാണ്ഡവരും ശത്രുതയിലായി. പ്രതികാരവും ആളിക്കത്തി. കാലം കഴിഞ്ഞു. കൗരവ പാണ്ഡവ യുദ്ധം തുടങ്ങി. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി. യുദ്ധാർത്ഥത്തിലുണ്ട് അനുഗ്രഹം തേടിയിട്ട് സ്വന്തം പുത്രന്മാർക്ക് പോലും ധർമ്മം ചെയ്യണേ എന്ന് അനുഗ്രഹിച്ച് വിടുക മാത്രമാണ് ഗാന്ധാരി ചെയ്തത്. സഹോദരങ്ങൾ പടക്കളത്തിൽ ഏറ്റുമുട്ടി. ഒതുങ്ങാനാവുന്ന പകയിൽ പ്രതികാരക്കുതിയും വളമുടക്കി. ഒടുവിൽ എല്ലാം ഒതുങ്ങി. അല്ല, എല്ലാം ഒടുങ്ങി. യുദ്ധം ജയിച്ചു. ധർമ്മം ജയിച്ചു. പകുതി രാജ്യമല്ല, മുഴുവൻ രാജ്യവും പാണ്ഡവർക്ക് ലഭിച്ചു. ആ പടക്കളത്തിൽ ഭീമൻ അടിച്ചുടച്ച സ്ഥിരം വേർപെട്ടു. ദുര്യോധനൻ വീണ് കിടക്കുന്നുവല്ലോ. ദുശാസനൻ മാപ്പിളർന്നു മരിച്ചുവല്ലോ. കൗരവരൊടുങ്ങി ആകുലം നശിച്ചുവല്ലോ. അടുത്ത ദിവസം ജയിച്ചവരുടെയും തോറ്റവരുടെയും സ്ത്രീജനങ്ങൾ യുദ്ധങ്ങളുടെ ഓടുകയാണ്. അലമുറയിട്ട് തന്നെ ശവകുലയുടെ ഇടയിലൂടെ പ്രിയജനങ്ങളുടെ ശവശരീരം അവസാനമായി കാണുവാൻ വാരി പുണരുവാൻ ആ കറുത്ത തുണിയും ധരിച്ച് കണ്ണീരൊഴുക്കിയിരിക്കുകയാണ് ഗാന്ധാരി. നൊന്ന് പ്രസവിച്ച് 100 മക്കളും മരിച്ച ഗാന്ധാരി കണ്ണു നിൽക്കുന്നവരെ കയറഴിച്ച് അവൾ വിളിച്ചു ചോദിച്ചു, സന്ധ്യ, മന്ത്രി, ഇതാര്? എന്ന് ദുര്യോധനോ ദുശാസനോ? പറയൂ സത്യ, പറയൂ. ആ പോർക്കളത്തിൽ
അമ്മയാകാതാരിക്കും ശോകാതയായെന്നൊരുങ്ങുന്നീരേ മക്കളൻ ചോരമുഴയുടെ. പ്രിയമുള്ളവരെ, എല്ലാ യുദ്ധത്തിലെയും അവസാന കാലത്ത് ദുഃഖമാണ്. ഈ കഥയുടെ പൂർണ്ണമാകുന്നു.